truth behind the veil. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷംസീർ. നിങ്ങൾ കാണുന്നത് ഈ സീരീസ് മലയാളം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വാങ്ങിക്കാവുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സുമാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ക്ലാരിറ്റിയും സൗണ്ട് ക്ലാരിറ്റിയും അതേപോലെ ബാസും ഒക്കെ ലഭിക്കുന്ന ബോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു ബോട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അത് ഞാൻ കാണിക്കാം. കുറച്ച് പഴയ ഒരു മോഡലാണ്, എന്നാലും നമുക്ക് വളരെ നല്ല സൗണ്ട് ക്ലാരിറ്റിയും നല്ല ബാസും ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇത് അൺബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൻ്റെ ആ സ്പീക്കർ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വിശദമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന് മുൻപായിട്ട് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഇതെടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് ഇതാ ഒരു ചാർജ് ചെയ്യാനുള്ള സാധാ ഒരു USB കേബിൾ ഉണ്ട് ചാർജ് ചെയ്യാനുള്ള. പിന്നെ ഓക്സ്, നമുക്ക് പുറത്തുനിന്ന് ഓക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേബിള് തന്നിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ അടിപൊളി ഒരു അയാമേ ബോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാൻ, ഇതുമൂലൊക്കെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതാ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ ആണെന്ന് തോന്നുന്നു. യൂസർ മാനുവൽ അല്ല, ബോട്ടിൻ്റെ പല പ്രോഡക്റ്റിൻ്റെയും ഒരു സംഭവം തന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഫീച്ചേഴ്സൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി കാർഡ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ 1 ഇയർ വാറണ്ടി കാർഡും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബോട്ട് സ്പീക്കറിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ സ്പീക്കർ ഇതാണ്. അവിടെ ഒരു പ്ലസ് മൈനസ് ബട്ടൺ ഉണ്ട്. അതേപോലെ ഇതാ പ്ലേ പോസ് ചെയ്യാനുള്ള ഒരു പ്ലേ ബട്ടൺ ഇവിടെ ഉണ്ട്. സൈഡിലേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. പിന്നെ M എന്ന് പറഞ്ഞിട്ട് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ടോപ്പ് ഉണ്ട്. ഈ ഒരു ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് ഓക്സ് കേബിൾ കുത്താനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ചാർജ് ചെയ്യാനായിട്ട് USB ചാർജിങ് പോർട്ടും ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മോഡൽ നമ്പർ സ്റ്റോൺ 190 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സ്പീക്കർ 52 mm 4 ohm 5 watt സ്പീക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. കപ്പാസിറ്റി 800 mAh കപ്പാസിറ്റി ലഭിക്കുന്നുണ്ട് ബാറ്ററിക്ക്. അതേപോലെ ഇൻപുട്ട് 5 volt 2 ampere. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാ ഒരു നമ്മുടെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ചാർജ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഇനി ഈ ഒരു ബോക്സിൽ എന്താണ് എഴുതിയിട്ടുള്ളതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മറ്റു വിവരങ്ങൾ ഇതാ 5 watt ഔട്ട്പുട്ട് 52 mm ഫുൾ റേഞ്ച് ഡ്രൈവറാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിന് സൗണ്ടും ലഭിക്കും. അപ് ടു 4 hours ഓഫ് പ്ലേ ബാക്ക് ഉണ്ട്. 4 hours വരെ നമുക്കിത് പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. ഒറ്റ ചാർജിങ്ങിൽ 4 hours വരെ നമുക്കിത് പ്ലേ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ക്വിക്ക് കണക്ടിവിറ്റി ബ്ലൂടൂത്ത് 5.0 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 800 mAh IPX7 വാട്ടർ റെസിസ്റ്റ് എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഴയുള്ളപ്പോൾ ചെറിയ മഴയത്തൊക്കെ ചെറുതായിട്ട് വെള്ളമൊന്നും വീണ് കഴിഞ്ഞാലും ഇതിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ സൈഡിലായിട്ടൊരു പവർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ഒരു സൗണ്ടൊക്കെ റെഡി ടു പെയർ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് അങ്ങനെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു സോങ് അല്ല, നമുക്കൊരു മ്യൂസിക്, കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് എവിടെ? നോൺ കോപ്പിറൈറ്റ്. Was it the voice? Was it the fire burning in me? All of the noise turned into choirs of harmony. Left me with the pieces of forever that you broke.
അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് നല്ല ബാസ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം പ്ലസ് മൈനസ്, അതായത് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള 2 ബട്ടണുകളുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഒരു പ്ലേ പോസ് ബട്ടണും നമുക്ക് കാണാം. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ ഇതിൻ്റെ ഒരു മോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണുന്നുണ്ട്. ഇതൊന്ന് അമർത്തി നോക്കാം. ഓക്കെ, ഇത് പെയർ ചെയ്യാനുള്ളതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, Your device is ready to pair. You're now disconnected. ഇത് connected to Stone 190. ഓക്കെ, ഈ ഒരു ബട്ടൺ നമുക്ക് ഇത് കണക്ട് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. എം എന്ന് പറഞ്ഞിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോഡ് എന്നാണ് ഇവർ ഉദ്ദേശിച്ചത് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ബോട്ടിൻ്റെ സ്റ്റോൺ എന്ന് പറയുന്ന ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയുമായി ഗുഡ് ബൈ.